അതായത് 2004 സ്കോർപിയോ 1,25,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അൾട്ടോന്റെ പൈസക്കാണ് തരുന്നത്. ടെറാനോ ആണ് കേട്ടോ. ടെറാനോ പെട്രോൾ ആണല്ലേ? പെട്രോൾ വണ്ടി കുറവാണ്. അതെ അതെ അതെ. വില എത്രയായിരുന്നു പറഞ്ഞാൽ? 1,38. ലോണൊന്നും കയറില്ലല്ലോ? ലോൺ കയറാൻ പ്രയാസമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ ഒരു 30,000 രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈപ്പ് 4 ഇന്നോവയും കൊണ്ട് നടക്കാം. ഏകദേശം നിങ്ങൾക്ക് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു XUV നിങ്ങളാരും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതൊക്കെ മോഡലൊക്കെ? 2012 അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എല്ലാം തന്നെ SUV വണ്ടികളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള SUV വണ്ടികളാണ്. വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികളുണ്ട്. ടൊയോട്ടയുടെ വണ്ടിയുണ്ട്, അതുപോലെ തന്നെ ഫോർച്യൂണറൊക്കെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെയും താനൂരിൻ്റെയും ഇടയ്ക്കുള്ള വട്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് കാർസിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് വളരെയധികം കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളായിരിക്കും മിക്കവാറും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്നും കയറി കണ്ടോളൂ. ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയറും ചെയ്ത് ഫോളോയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് കാർസിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ SUV മാത്രമേ കാണിക്കുന്നുള്ളൂ. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവിടെയുള്ള ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞത് നമ്മുടെ മുസ്താഖ് തന്നെയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇതൊന്നും തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ടെറാനോ ആണ് കേട്ടോ. ടെറാനോ പെട്രോൾ ആണല്ലേ? പെട്രോൾ വണ്ടി കുറവാണ്. അതെ അതെ അതെ. ഇതേതാ മോഡലൊക്കെ? 2014. 14 എത്ര ഓടിയുണ്ട്? ഇത് 75,000 കിലോമീറ്റർ ഓടി. 75 ജെന്യൂൻ ആയിരിക്കും അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. ആക്സിഡന്റ് ഒന്നുമില്ല. ഈ സീറ്റൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ് കേട്ടോ. പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഒരു 10 ഇഞ്ചിന്റെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 14 മോഡൽ. 14. ഇതില് വേറെ മേജർ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. നല്ല വണ്ടിയാണ്. അതെ അതെ അതെ. ഒരു 14 കിട്ടില്ല മൈലേജ്? 12 പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. പിന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്രൊജക്ഷൻ ഉള്ള നല്ല അടിപൊളി ടയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാൻ. അതെ അല്ലേ? സിംഗിൾ ഓണർ ആണോ? മൂന്നാമത്തെ ഓണർ ആണ് അല്ലേ? ഈ അലോയ് വീലിന് നല്ലൊരു പൈസ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് നമുക്കിപ്പോൾ എത്ര വില പറയുന്നത്? 4,25,000 രൂപ. 2014 പെട്രോൾ ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ. കാര്യമായ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ലോൺ കയറുക 3.5 കിട്ടും. 3.3 ലോൺ കിട്ടും അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 50,000 രൂപ കണ്ടാൽ മതി അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറക്കിക്കോളൂ. ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇനി എർട്ടിഗ ആണെങ്കിലോ? 2013 മോഡൽ. 13 VDI അല്ലേ? ഓക്കെ. 13 VDI ആണ്. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് അല്ലേ? കുഴപ്പമില്ലാത്ത വണ്ടി. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.3 ഓടിയിട്ടുണ്ട്. 1.3. അത് ജെനുവിൻ കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1.3 എന്ന് പറയുമ്പോൾ 1,70,000 കിലോമീറ്റർ ഓടി. അതെ. അത് പിന്നെ വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല വണ്ടിക്ക്? ഒന്നുമില്ല. ഇപ്പൊ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞായിരിക്കും അതെ അല്ലേ? ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്. നല്ല മൈലേജ് ഉണ്ട്. അതെ, അതാണ് മെയിൻ ഗുണം. 20 മൈലേജ് ഉണ്ട്. 20 മേലെ കിട്ടൂലേ? 20 മേലെ ഉണ്ടാവില്ല. ഞാൻ മൂന്നാർ പോയിരുന്നു ഇപ്പൊ അടുത്ത്. നല്ല മൈലേജ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇന്ത്യയിലൊക്കെ ആ കമ്പനി വന്ന സീറ്റാണ്. അതൊക്കെ ഒന്ന് സീറ്റ് അവരൊക്കെ ചെയ്താൽ ഒന്നുകൂടി വൃത്തിയാവും അല്ലേ? ഓക്കെ. കുറച്ച് വൃത്തി കുറവുണ്ട്. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 13. നമുക്ക് 4.4. 4.4. അതിലെന്തെങ്കിലും കുറയാനുണ്ടോ? VDI ആണല്ലോ പറഞ്ഞത്. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എല്ലാ സാധനം ഉണ്ടാവും അല്ലേ? വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 4.4 അല്ലേ? എന്തായാലും ഒരു 4 ലോൺ കയറുമോ? 3.3 വരെ കയറും അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 50,000 രൂപ കണ്ടിട്ട് പോരെ. അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുപോകാം. ഇനി ഒരു നല്ല വൃത്തിയുള്ള ടവേര ഉണ്ടല്ലോ. ടവേര 2004 മോഡൽ. 2004 AC സെൻട്രൽ AC അലോയ് വീലൊക്കെ വരുന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. മെയിൻ ആയിട്ട് പറയേണ്ടത് ഫ്രണ്ട് 2 പുതിയ ടയറിന് അല്ല 4 ഉണ്ടല്ലേ? 4 ടയർ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത വണ്ടി. ഒരു 80% ടയർ ഉണ്ട്. ഈ 2004 ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവിധ ഫീച്ചേഴ്സും വരില്ലേ? പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ വരും അല്ലേ? ഇത് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? സെക്കൻഡ് ഓണർ ആണ് അല്ലേ? ഓക്കെ. പിന്നെ ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? 1,38,000 രൂപ. ഓക്കെ. ഒരു 7 സീറ്റർ വണ്ടി 1,38,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇത് മാത്രമേ കിട്ടുള്ളൂ അല്ലേ? ഈ ഷെവർലെ ആയതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, അതിന്റെ പാർട്സ് ഒക്കെ കിട്ടുമോ? അവൈലബിൾ ആണ് അല്ലേ?
ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. വണ്ടി വന്ന് വർക്ക്ഷോപ്പ് കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇഞ്ചൻ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അത് പാർക്ക് ആൻഡ് സെയിലാണ്. മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം ക്വാളിറ്റി ഉണ്ട് കാണാൻ. അതെ, വൃത്തിയുണ്ട് കേട്ടോ, കാണാൻ നല്ല വൃത്തിയുണ്ട്. വില എത്രയായിരുന്നു പറഞ്ഞാൽ? 1.38. ലോണൊന്നും കയറില്ലല്ലോ? ലോൺ കയറാൻ പ്രയാസമാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഇനി പഴയ മോഡൽ ഒരു ഇന്നോവ 2006 മോഡല്, സിംഗിൾ ആണ് ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്, കർണാടകയിൽ നിന്ന് കേരളത്തിൽ നമ്പർ ആക്കിയാണ്. ഒരേ ഓണർ ആണെന്നാ പറഞ്ഞത്. അതെ അല്ലേ? ഓ, സിംഗിൾ ഓണർ 2006 വണ്ടിയൊക്കെ കാണാൻ വളരെ പ്രയാസമാണ്. ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളൊരു 30,000 രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് 4ലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്യാം. അത് നാളും നിങ്ങൾ പറഞ്ഞില്ല. 30,000 രൂപയ്ക്ക് ഇത് വണ്ടി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ടൈപ്പ് 4ലേക്ക്. 2006 ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് 1.85 കിലോമീറ്റർ. അത്യാവശ്യം ഷോറൂം സർവീസ് ഉണ്ട്. അടിപൊളി. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്. G4 അല്ലേക്കാ? G4 AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതായത് മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. അതാണ് മെയിൻ ഗ്ലാസ് ഒക്കെ 2006 തന്നെയാണ്. ടയർ ഭാഗങ്ങളാണെങ്കിൽ ഒരു ഏകദേശം ഒരു 60% പ്രതീക്ഷ മതി. നല്ല എഞ്ചിനാണ്. AC എല്ലാം വർക്കിംഗ് ആണ്. ഇതിന്റെ വില എന്താ? 3.4. എന്തെങ്കിലും കുറയാനുണ്ടോ? 2027 പേപ്പറുണ്ട്. കുറയാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ ഒരു 30,000 രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈപ്പ് 4 ഇന്നോവയും കൊണ്ട് നടക്കാം. ഏകദേശം നിങ്ങൾക്ക് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ ടൈപ്പ് 4 വണ്ടി കിട്ടും. അത് നിങ്ങൾ പറയണം, അല്ല 100%. നമ്മുടെ ചാനലിൽ ഒരു ബഡ്ജറ്റ് ഓട്ടോ സ്പെയർ എന്ന് പറഞ്ഞൊരു ഷോറൂമിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവിടെ സാധനം അവൈലബിൾ ആണ്. 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ടൈപ്പ് 4 ആക്കാം, ഗ്യാരണ്ടി. അത് കിട്ടിയില്ല എന്നെ വിളിച്ചായിട്ടോ. ഫോർച്യൂണർ ആണെങ്കിലോ? ഇത് നമുക്ക് 2011 വണ്ടി. 11 റീ രജിസ്ട്രേഷൻ ആണ്. പക്ഷെ നല്ല മെക്കാനിക്കൽ നല്ല വണ്ടി. ഇത് നമുക്ക് ഒരു 9 രൂപ കൊടുക്കാം. 9,50,000. 50,000 അല്ലേ? അല്ല, നമ്മൾ ഇന്നോവേന്റെ റേറ്റ് എത്രയായിരുന്നു പറഞ്ഞത്? 3.4 അല്ലേ? ഓക്കെ. ഈ ഇത് മോഡൽ ഏതാ പറഞ്ഞാൽ? 11 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? 1.80 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ? കാര്യമായിട്ടൊന്നുമില്ല. നല്ല ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. അതെ അല്ലേ? മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഏതെങ്കിലും വണ്ടി മാറ്റം ചെയ്യാം. അതെ. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 80,000 രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും നല്ല അടിപൊളി ലെക്സസ് കിറ്റ് ഒക്കെ ചെയ്ത് ചെയ്യാം. 80,000 രൂപ മതി. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും 1 ലക്ഷം 2 ലക്ഷം വരുന്നൊക്കെ പറയും. ഒന്നും വേണ്ട. ഇത് 80,000 രൂപ ഉണ്ടെങ്കിൽ വിത്തൗട്ട് പെയിന്റിംഗ് കേട്ടോ. പാർട്സ് ഫുള്ള് നിങ്ങൾക്ക് ലെക്സസിന്റെ കിറ്റ് ചെയ്യാം, ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം. 80,000 വെറും 80,000 രൂപയ്ക്ക്. അപ്പോൾ ഈ വണ്ടിന്റെ വില ഒരു 2011 വണ്ടി എന്തായാലും കേരള വണ്ടി ആണെങ്കിൽ 12 രൂപ കൊടുക്കണം. ഇതിപ്പോ നമ്മൾ എത്രയാണ് കൊടുക്കാൻ വെച്ചിട്ടുള്ളത്? 9 രൂപ കൊടുക്കാം. 9,000. ഏകദേശം 10,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പുതിയ കണ്ടീഷനിൽ കൊണ്ടുവരാം. പിന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തതാണ്. നല്ല വണ്ടി. ഈ ആക്സിഡന്റ് ഒന്നുമില്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇത് ഓട്ടോ ഒക്കെ പക്കയല്ല? പക്ക ഓട്ടോ. പിന്നെ കമ്പനി ഇവിടെ ഉണ്ട്, ചെക്ക് ചെയ്യാം. മൂച്ചിക്കത്തുന്ന കമ്പനി. അതെ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടയറൊക്കെ ഏകദേശം ഒരു 70% ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള. ഇത് 4 വീൽ അല്ലേ വണ്ടി? 4 വീൽ. 4 വീൽ മാനുവൽ വണ്ടിയും കൂടി ഉണ്ട്, അത് ആലോചിക്കണം. 9.5 ലക്ഷം രൂപ 2011 വണ്ടി. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾ ആരെങ്കിലും നല്ലൊരു താറ് ഡീസൽ ഓട്ടോമാറ്റിക് പുത്തൻ വണ്ടി ലോ കിലോമീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? 2021 ആണ്. അതായത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 16/3/2021 ആണ് കേട്ടോ. ഇത് ഓട്ടോ എത്രയ്ക്കാ? ഓട്ടോ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സീറ്റിന്റെ കവർ ഒന്നും പൊടിച്ചിട്ടില്ല. അതെ. ഈ 38,000 ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 38,000 ഓടി ടയറാന്ന് തോന്നുന്നു അല്ലേ? എടുത്തിട്ടില്ല. അതെ. വണ്ടി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് വണ്ടിയാണ്. ഹാർഡ് ടോപ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്റീരിയർ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അതായത് ഓട്ടോമാറ്റിക്കലി 4 വീൽ വരുന്ന വണ്ടി ഡീസൽ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു 12-13 മൈലേജും കിട്ടൂലേ? അതിന് മേലെ പറയണോ, 16-17 കിട്ടൂലേ? ഓക്കെ. 4 വീലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറയും. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ കണ്ടീഷനിലാണ്. പുതിയ വണ്ടി എടുക്കണമായിരുന്നു തന്നെ. അതെ, പുതിയ വണ്ടി കൊണ്ടുപോകുന്ന കൊണ്ടുപോകാം. എനിക്കൊന്ന് പുതിയതിനിപ്പോ നല്ല 8 മാസം ബുക്കിംഗ് ഒക്കെ ഉണ്ട് പറഞ്ഞു. അതെ അല്ലേ? ഓക്കെ. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത കിളിക്കുഞ്ഞു വണ്ടി എന്ന് തന്നെ പറയാം. നീറ്റ് വണ്ടി. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇപ്പോ നമുക്ക് 16,900 ചോദിക്കണേ, നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. 16,90,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. എന്തായാലും ഒരു 15 രൂപ ലോൺ കയറില്ലേ? അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 15 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണും കിട്ടും. ഈ ഒരു സംഭവം ഒഴിവാക്കണ്ട കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. പഴയത് എന്തെങ്കിലും മാറ്റി കൊടുക്കും. അതായത് പോത്തിന് വെച്ചില്ലേ? അതിപ്പോഴും ഉണ്ട് ഓഫർ.
പോത്തിനെ വെച്ച് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു XUV നിങ്ങളാരും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതൊക്കെ മോഡലൊക്കെ? 2012 ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 12 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും. കീലസ് എൻട്രി മട്ടൺ ഷാട്ട് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇല്ല. ഇത് 12 എത്ര ഓടിയുണ്ട്? ഇത് 140 ഓടിയിട്ടുണ്ട്. 140 ജെനുവിൻ കിലോമീറ്റർ ആണോ? കിലോമീറ്റർ സർവീസ് ഒക്കെ ഉള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല അല്ലേ? പിന്നെ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ സീറ്റ് കവറൊക്കെ ആ ഒരു പഴക്കത്തിൻ്റെതായ ലേശം മങ്ങലും എന്താ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. അത് ലെതർ സീറ്റാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നാശമായിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ വേറെ ഒരു അപാകതയില്ല, കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കസ്റ്റമറിന് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അതെ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്. ആവറേജ് അല്ല, ഒരു 65-70% ഉണ്ട്. ഇത് നമുക്ക് എന്തൊക്കെയാ വില വരുന്നത്? ഇത് നമുക്കൊരു 4,65,000 രൂപ. 4,65 2012 വണ്ടി അല്ലേ? അത് കുറയാണ്ട് ഇനി എന്തെങ്കിലും ചെറിയ നെഗോഷ്യബിൾ ആയി കൊടുക്കാം. 4 ലക്ഷം വരെ ലോണും കിട്ടും. അടിപൊളി. അപ്പം എന്തായാലും 4 ലക്ഷം രൂപ ലോണ് കിട്ടും. ഏകദേശം ഒരു 65 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ ഈ ഉള്ളിൽ എന്ന് പറയുന്നതിന്റെ കാരണം നെഗോഷ്യബിൾ ആണ്, അതുകൊണ്ടാണ്. വർക്ക്ഷോപ്പ് കൊണ്ട് ചെക്ക് ചെയ്തെടുത്ത് മാക്സിമം ഷോറൂമിലോ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു XUV അല്ലേ? ശരിക്കും ഒരു അൾട്ടോന്റെ പൈസക്ക് നിങ്ങൾക്ക് ഒരു സ്കോർപിയോ വേണമെങ്കിൽ ഇത് തന്നെ എടുക്കേണ്ടി വരും. 2004 ആണ്. പക്ഷേ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. ന്യൂ ഷേപ്പ് ആണ്. 4 ടയർ പുതിയിട്ടുണ്ട്. 4 ടയർ പുത്തനുണ്ടല്ലേ? അടിപൊളി. പിന്നെ അലോയ് വീൽസോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും എന്താ പറയാ, വണ്ടി നല്ല നീറ്റ് ആണ് അല്ലേ? ഇത് ശരിക്കും 2004 എത്ര ഓടിയിട്ടുണ്ടെന്ന് അറിയോ? ഇതൊക്കെ ഒരു 1.5 കോടി ഉണ്ടാവും. ഇത് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടോ വണ്ടിക്ക്? കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, മെക്കാനിക്കലാണ്. ഇത് AC-യും പവർ സ്റ്റിയറിംഗും പവർ വിൻഡോയും വരും അല്ലേ? ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിന്റെ വിലയാണ് കേട്ടോ ഹൈലൈറ്റ്. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. അതായത് 2004 സ്കോർപിയോ 1,25,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അൾട്ടോന്റെ പൈസക്കാണ് തരുന്നത്. ലോൺ എന്തെങ്കിലും രൂപ കിട്ടൂല അല്ലേ? നെഗോഷ്യബിൾ ആയി കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു പൈസ നിങ്ങൾക്ക് കുറച്ചും തരും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ലൊരു സ്കോർപിയോ, അതും വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടിയും ഒരു ലോ ബഡ്ജറ്റിലുള്ള കോണ്ടോ ആണ്. സൈലോ അല്ല അല്ലേ? ഓക്കെ, കോണ്ടോ ആണ്. കോണ്ടോ ഏതാ മോഡലൊക്കെ? 2013 മോഡൽ. 13 ആണ്. 13 എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.35 ഓടിയാണ്. 1.35 അതൊക്കെ ജെനുവിൻ ആയിരിക്കും. ജെനുവിൻ ആയിരിക്കും അല്ലേ? മെയിൻ ഗ്ലാസ്സിൽ ഒരു ചെറിയൊരു വര കിടപ്പുന്നുണ്ട്, അത് വേണേ മാറ്റി കൊടുക്കാം അല്ലേ? ഇത് മോഡൽ ഏതാ പറഞ്ഞേ? 13 മോഡൽ. അപ്പൊ മെയിൻ ഗ്ലാസ് പോലും ഇതുവരെ മാറിയിട്ടില്ല, ഒന്നും മാറാത്ത വണ്ടിയാണ് കേട്ടോ. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവറിന്റെ സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഫുൾ ഓപ്ഷൻ അല്ലേ? പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2.35 കൊടുക്കാം. 2,35,000 രൂപ. 2 ലക്ഷം ലോണും കിട്ടും. അടിപൊളി. അതായത് വെറും ഒരു 35,000 രൂപ, അതും നെഗോഷ്യബിൾ ആണ് കേട്ടോ. 35,000 രൂപയുടെ ഉള്ളിൽ കയ്യിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വലിയ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ശരിക്കും മൈലേജ് ഒക്കെ കിട്ടൂലേ? ഡീസൽ ആയതുകൊണ്ട് അല്ലേ? പിന്നെ വലിയ വണ്ടിയാണ്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് SUV വണ്ടികൾ കാണിച്ചു അല്ലേ? ഒക്കെ വലിയ വണ്ടികളാണ്. അത് തന്നെ പുതുവത്സരം ഒക്കെ ആയതുകൊണ്ട് മാക്സിമം കുറച്ച് തരികയും ചെയ്യും കേട്ടോ. അത് നിങ്ങളൊന്ന് വന്ന് കണ്ട് സംസാരിച്ചോളൂ. ഫസ്റ്റ് എപ്പിസോഡാണ് സത്യം, ഈ വർഷത്തെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പൊ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. കുറച്ചധികം നല്ല ലോ ബഡ്ജറ്റ് വണ്ടികളായിട്ട് വീണ്ടും വരാലേക്ക്. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ.